മാംഗല്യം. വാട്ട് ഹാപ്പൻ ജാൻവി? ജഗൻ അവളെ തൻ്റെ മടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് വിളിച്ചു. പക്ഷേ അവൾ കണ്ണു തുറക്കുന്നുണ്ടായിരുന്നില്ല. സെബാസ്റ്റ്യൻ, അവിടെ വെള്ളമുണ്ടോ? വണ്ടി ഓടിക്കുന്ന ഡ്രൈവറോടായി ജഗൻ ചോദിച്ചതും പെട്ടെന്ന് അയാൾ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി. ശേഷം ഒരു ബോട്ടിൽ വെള്ളം ജഗൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അതിൽ നിന്നും അല്പം കയ്യിലേക്കൊഴിച്ച് ജഗൻ പതിയെ അവളുടെ മുഖത്തേക്ക് തളിച്ചു. പക്ഷേ മുഖത്ത് വെള്ളം വീണിട്ടും ജാൻവി ഉണരാതായതോടെ ജഗന് ചെറുതായി പരിഭ്രമം പോലെ. ജാൻവി, എടോ, അവൻ വീണ്ടും കൊട്ടി വിളിച്ചു. ഒന്നും ഞരങ്ങിയതല്ലാതെ അവൾ കണ്ണുകൾ തുറന്നില്ല. സെബാസ്റ്റ്യൻ, ഇവിടെ അടുത്ത് എവിടെയാ ക്ലിനിക്കെന്ന് നോക്ക്, എന്നിട്ട് പെട്ടെന്ന് വണ്ടി അവിടേക്ക് വിട്. ജഗൻ പറഞ്ഞതും ഡ്രൈവർ പെട്ടെന്ന് ഫോൺ എടുത്തു. തൊട്ടടുത്ത് എവിടെയാണ് ക്ലിനിക്ക് എന്നുള്ളത് തിരഞ്ഞു. അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ കൂടി മുന്നോട്ട് സഞ്ചരിച്ചാൽ ഒരു ക്ലിനിക്കുണ്ടെന്ന് അറിഞ്ഞതോടെ അയാൾ അത് പറഞ്ഞു. വണ്ടി വേഗം അവിടേക്ക് എടുക്ക്. ജഗൻ പറഞ്ഞതും പിന്നീട് ഒന്നും ചിന്തിക്കാതെ സെബാസ്റ്റ്യൻ വണ്ടി മുന്നോട്ടെടുത്തു. അപ്പോഴും ജഗൻ്റെ മടിയിൽ തലവെച്ച് ഒരു ഉറക്കത്തിൽ എന്നതുപോലെ കിടക്കുവാണ് ജാൻവി. ഒരു വേള ജഗൻ്റെ നോട്ടം അവളുടെ മുഖത്തേക്ക് നീണ്ടു. ഇരുളിലൂടെ അവളുടെ മുഖം കണ്ടതും അവന് പറഞ്ഞറിയിക്കാനാവാത്ത വിധത്തിൽ ഒരു പിടച്ചിൽ ഉള്ളിലുയർന്നു. നല്ല പരിചയമുള്ള, എവിടെയോ കണ്ടു പറഞ്ഞതുപോലൊരു മുഖമാണ് അവൾക്കെന്ന് അവന് തോന്നി. അവളെ ആദ്യമായി കണ്ട സമയത്തും ഇതേ ചോദ്യം തൻ്റെ മനസ്സിൽ ഉയർന്നിരുന്നു. അന്നതൊക്കെ തൻ്റെ തോന്നലാണെന്ന് കരുതി തള്ളിക്കളഞ്ഞു. പക്ഷേ ഇപ്പോൾ പുകമറ പോലെ അവളെക്കുറിച്ചുള്ള ഏതൊക്കെയോ ഓർമ്മകൾ അവനെ ചുറ്റിക്കടന്നുപോയതും അവൻ കണ്ണുകൾ ഇറുക്കിയടിച്ച് മുഖം വെട്ടിച്ചു. അതേസമയം തന്നെയായിരുന്നു അവരുടെ പോലീസ് വാഹനം നൈസ് എന്നു പേരായ ക്ലിനിക്കിൻ്റെ മുറ്റത്തേക്ക് ചെന്ന് നിന്നത്. സെബാസ്റ്റ്യൻ വണ്ടി നിർത്തി ഇറങ്ങി വേഗം ജഗന് വേണ്ടി ഡോർ തുറന്നു പിടിച്ചു. ജാനിയും കൈകളെ കോരിയെടുത്തുകൊണ്ട് ജഗൻ ക്ലിനിക്കിൻ്റെ റിസപ്ഷനിലേക്ക് കടന്നു. പെട്ടെന്ന് തന്നെ അകത്തു നിന്നും ഒരു ലേഡി ഡോക്ടർ അവിടേക്ക് വന്നു. അവർ കാട്ടിക്കൊടുത്ത ടേബിളിലേക്ക് ജഗൻ ജാനിയെ കിടത്തി. നെഞ്ചിൽ നിന്ന് അവളുടെ മുഖം അടർന്നു മാറിയപ്പോൾ ഉള്ളിൽ നിറഞ്ഞ വികാരം വിരഹത്തിൻ്റേതായിരുന്നു. അവൾക്ക് എന്തു പറ്റിയെന്ന ആദിയിൽ തല പുകഞ്ഞു നിന്നതിനാൽ അവനത് മനസ്സിലായില്ല. എന്തു പറ്റിയതാ സാർ ഈ കുട്ടിക്ക്? അവനെ പോലീസ് യൂണിഫോമിൽ കണ്ടതും അതേ ബഹുമാനത്തോടെ ഡോക്ടർ സാഹിയ ജഗനോടായി ചോദിച്ചു. അറിയില്ല. പെട്ടെന്ന് അവൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു മറുപടി വന്നതും സഹ്യ അല്പം കണ്ണു ചുരുക്കി ജഗനെ നോക്കി. കാര്യങ്ങൾ സഹ്യയ്ക്ക് വ്യക്തമാകും വിധം അവൻ പറഞ്ഞു. ഓക്കെ. ഒരു തലയാട്ടലോടെ എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ സഹ്യ പറഞ്ഞു. ശേഷം അവരുടെ ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് ജാൻവിക്കരികിലേക്ക് ചെന്നു. അവളുടെ പൾസ് റേറ്റൊക്കെ നോക്കി. ഈ കുട്ടിയുടെ ബോഡി വളരെ വീക്കാണ്. ഐ തിങ്ക് കുറേ നേരമായി ഭക്ഷണം കഴിക്കാത്തതിൻ്റെയാകും ഈ ക്ഷീണവും തളർച്ചയും തലചുറ്റി വീഴലുമൊക്കെ. ഒന്ന് ഡ്രിപ്പിട്ടാൽ ആൾ ഓക്കെ ആയിക്കോളും. ആണോ? ഓക്കെ, ജഗൻ പറഞ്ഞു. സർ, വൺ മോർ തിങ്ക്. ഐ തിങ്ക് ഷീസ് ഇൻ ഹെർ പീരിയഡ്സ്. ആ കുട്ടിക്ക് മാറിയിടാൻ ഒരു ജോഡി ഡ്രസ്സ് വേണം. പെട്ടെന്ന് സഹ്യ അത് പറഞ്ഞതും ജഗൻ ഓർമ്മ വന്നത് അവളുടെ ചുമലിൽ കിടന്ന ബാഗായിരുന്നു. അവൻ ഡോക്ടറോട് ഒരു നിമിഷമൊന്ന് പറഞ്ഞ ശേഷം വേഗം വണ്ടിക്കരികിലേക്ക് ഓടി. അവളുടെ ബാഗിൻ്റെ സിപ്പ് തുറന്നു. അതിൽ നിന്ന് അവൾക്കിടാനായി ഒരു ജോഡി ഡ്രസ്സും ഒപ്പം വേണ്ട മറ്റു ചിലതും കൂടി എടുത്തുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴായിരുന്നു അതിനൊപ്പം ഇരിക്കുന്ന നാപ്കിൻ പാക്കറ്റ് കാണുന്നത്. അവനത് ഓപ്പൺ ചെയ്തു അതിൽ നിന്ന് ഒന്നെടുത്തു. അവൾക്കിടാനായി കരുതിയ തുണിയുടെ ഉള്ളിലേക്ക് വെച്ചുകൊണ്ട് ഡോക്ടേഴ്സ് റൂം ലക്ഷ്യമാക്കി നടന്നു. അത് സഹിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച ശേഷം പുറത്ത് പേഷ്യൻസിനൊപ്പം വരുന്നവർക്ക് ഇരിക്കാനായി അറേഞ്ച് ചെയ്തിട്ട് കസേരകളൊന്നിലും അവനിരുന്നു. അവൾക്ക് വേണ്ടി താൻ എന്തിനാണ് ഇതെല്ലാം ചെയ്തതെന്നുള്ള ചിന്ത അവൻ്റെ മനസ്സിൽ തെളിഞ്ഞെങ്കിലും മനഃപൂർവ്വം അവനതെല്ലാം മറന്നു കളഞ്ഞു. സർ, നമുക്ക് പോവണ്ടേ? കുറേ സമയത്തിന് ശേഷം സെബാസ്റ്റ്യൻ വന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയാതെ അയാളെ ഒന്ന് നോക്കിയതേയുള്ളൂ ജഗൻ. സോറി സർ. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവനോട് സോറി പറഞ്ഞുകൊണ്ട് സെബാസ്റ്റ്യൻ വണ്ടിയിലിരിക്കുന്ന മറ്റു പോലീസുകാർക്കരികിലേക്ക് ചെന്നു. എന്തായി സെബാസ്റ്റ്യൻ? സാർ എന്തു പറഞ്ഞു? നമ്മളോട് വീട്ടിൽ പൊയ്ക്കൊള്ളാൻ പറഞ്ഞോ? ഓ എൻ്റെ സുരേഷേ, ഒന്നും പറയണ്ട.
സാർ നമുക്ക് പോകണ്ടേ എന്നൊരു വാക്ക് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അപ്പോഴേക്കൊരു നോട്ടമല്ലായിരുന്നോ? ഏതാണ്ട് എന്നെ ദഹിപ്പിച്ച് കളയുന്ന പോലെ. അങ്ങരുടെ കെട്ടിയോളൊന്നും അല്ലല്ലോ അകത്ത് കിടക്കുന്നത്. ഇത്രയും ടെൻഷൻ അടിച്ച് പുറത്ത് കാത്തുകെട്ടി നിൽക്കാൻ. ജഗനിൽ നിന്നുണ്ടായ പ്രതികരണത്തിൻ്റെ അമർഷം ഇനിയും തീരാത്തതുപോലെ സെബാസ്റ്റ്യൻ പറഞ്ഞു. അപ്പോഴേക്കും കൂട്ടത്തിലെ മറ്റൊരു പോലീസുകാരനായ ഉണ്ണി കയറി ഇടപെട്ടു. അതെന്ത് വർത്താനമാണ് സെബാസ്റ്റ്യൻ സാർ പറയുന്നത്? ഉണ്ണി ജോയിൻ ചെയ്തിട്ട് അധിക നാളായിട്ടില്ല. അതുകൊണ്ട് തന്നെ സീനിയോറിറ്റി അനുസരിച്ച് അവനൊപ്പമുള്ള എല്ലാ പോലീസുകാരെയും സാറെന്നാണ് സംബോധന ചെയ്യുന്നത്. ഒന്നുമില്ലേലും അകത്ത് കിടക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ? നമ്മുടെ വണ്ടി വെച്ചാണ് ആ കുട്ടിക്ക് ബോധം നഷ്ടമായത്. അതിനെ അങ്ങനെ വഴിയിൽ ഉപേക്ഷിച്ചു പോകാൻ കൊള്ളാമോ? ഒന്നുമില്ലെങ്കിലും ജനങ്ങളെ സേവിക്കുന്ന പോലീസുകാരല്ലേ? ആ മര്യാദയെങ്കിലും നമ്മൾ കാണിക്കണ്ട. ഉണ്ണികൃഷ്ണൻ്റെ ചോദ്യത്തിൻ്റെ പുറത്ത് സെബാസ്റ്റ്യൻ സുരേഷിനുമൊക്കെ മറുപടി ഇല്ലാതായി. എങ്കിലും വിട്ടുകൊടുക്കാൻ ഭാവമില്ലാത്ത പോലെ സെബാസ്റ്റ്യൻ പറഞ്ഞു, ഡാ കൊച്ചേർക്ക, നീ ഇപ്പം ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ. അതാ നിനക്കിത്ര ആവേശം. കുറേ കഴിയുമ്പോൾ ആവേശമൊക്കെ കെട്ടടങ്ങും. തുടക്ക സമയത്ത് ഞങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നൊരു കാര്യം, ഞങ്ങളുടെ ഉള്ളിൽ എന്താണെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഭാര്യയും പിള്ളേരും ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അതുപോലാണോ ഒറ്റത്തടിയായി ക്വാർട്ടേഴ്സ് ജീവിക്കുന്ന നീ? പിള്ളേർ ഇന്നും കൂടി ചോദിച്ചതേ ഉള്ളൂ, ഇന്ന് നേരത്തെ വരാമോ പപ്പാന്ന്. അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടാണ് ഞാൻ വന്നത്, അറിയോ? സെബാസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ശരിക്കും ആ നിമിഷം ഉണ്ണികൃഷ്ണനും ഒരു മറുപടിയില്ല. കാര്യം ഇതൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗമാണെങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് നഷ്ടമായി പോകുന്ന പ്രിയപ്പെട്ടവരോടൊപ്പമുള്ള നല്ല നിമിഷങ്ങൾ അവനപ്പോൾ ഓർമ്മ വന്നു. അമ്മയും അച്ഛനും അനിയത്തിയും ഒക്കെ വീട്ടിൽ എന്തെടുക്കുമായിരിക്കും? തൻ്റെ പാറു ഈ ആഴ്ചയും താൻ വരുമെന്ന് കരുതിയിരിക്കുവാകും. അവൻ്റെ അമ്മാവൻ്റെ മകളാണ് പാർവതി. അവൻ്റെ മുറപ്പെണ്ണു കൂടിയാണ്. താമസിക്കാതെ തന്നെ ഇരുവരുടെയും വിവാഹം ഉണ്ടാകും. കുറച്ചു നേരം കൊണ്ടാണെങ്കിൽ പോലും ഉണ്ണി മറ്റേതോ ലോകത്തെത്തിയതുപോലെ അവന് തോന്നി. അതേ സമയം തന്നെയായിരുന്നു ജഗൻ ക്ലിനിക്കിൽ നിന്നും കാറിനടുത്തേക്ക് വന്നത്. നിങ്ങൾ തൽക്കാലം സ്റ്റേഷനിലേക്ക് പോയിക്കോളൂ. ജാൻവിക്ക് ബോധം തെളിയാൻ ഇനിയും കുറച്ച് സമയം കൂടി എടുക്കും. ഞാൻ ആ കുട്ടിയെ പോകേണ്ട സ്ഥലത്ത് എത്തിച്ചിട്ട് തിരികെ വീട്ടിലേക്ക് ടാക്സി വിളിച്ച് പോയിക്കോളാം. നിങ്ങൾ ഈ വണ്ടി പോയിക്കോളൂ. വേണ്ട സർ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ, എല്ലാവർക്കും പോയിട്ട് തിരക്കുള്ളതാണ്, അതെനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ. അവസാന വാക്കുപോലെ ജഗനത് പറഞ്ഞതും എല്ലാവരും അവൻ്റെ വാക്കുകൾ അനുസരിക്കുന്നത് പോലെ അവനോട് യാത്ര പറഞ്ഞു. ഒപ്പം ഉണ്ണികൃഷ്ണൻ ജാൻവിയുടെ ബാഗ് പാക്കെടുത്തുകൊണ്ട് വിസിറ്റേഴ്സ് ചെയറിലേക്ക് വെച്ചു. ജഗൻ പിന്നെയും ബൈസ്റ്റാൻഡേഴ്സിന് ഇരിക്കാനായിട്ടുള്ള കസേരകളിൽ ഒന്നിൽ പോയിരുന്നു. കുറേ സമയം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അറിയാതെ അവൻ്റെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, ഡ്യൂട്ടിയെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയിട്ടിപ്പോൾ 2 ദിവസമായി. പാർവതി കരുതിയിരിക്കുന്നത് അവനെ താല്പര്യമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിച്ചതുകൊണ്ട് മനഃപൂർവ്വം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്നാണ്. അവരുടെ പരിഭവവും പരാതി പറച്ചിലും കേട്ട് ഇന്ന് രാത്രിയിലേക്ക് നേരത്തെ വരാമെന്നും ഉച്ചയ്ക്ക് അവർക്ക് വാക്കുകൊടുത്തതാണ്. ആലോചനകളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് എപ്പോഴും അവൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി. ആ സമയം തന്നെയായിരുന്നു ഡോക്ടർ സഹ്യ പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഹലോ സർ. സഹ്യ ജഗനെ വിളിച്ചു. ചെറുമയക്കം മുറിഞ്ഞ ഞെട്ടലിൽ അവൻ ഉണർന്നു. എന്താ ഡോക്ടർ? പേഷ്യൻ്റ് കണ്ണു തുറന്നിട്ടുണ്ട്. ജഗൻ സഹ്യയ്ക്കൊപ്പം ജാൻവി കിടക്കുന്നിടത്തേക്ക് നടന്നു. കണ്ണു തുറന്നെങ്കിലും അവളുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ജഗനത് മനസ്സിലോർത്തു. ഡോക്ടർ, ഞങ്ങൾക്കിപ്പോൾ പോകാമോ? ഓഫ് കോഴ്സ് പോകാം. ഡ്രിപ്പ് തീർന്നു. ജാൻവി കുറച്ച് ഓക്കെ ആയിട്ടുണ്ട് അല്ലേ ജാൻവി? ജഗനോടായി പിന്നീട് ജാനിയോടും സംസാരിച്ചുകൊണ്ട് സഹി നിർത്തി. ജാൻവി കം, ജഗൻ പറഞ്ഞു. ജാൻവി പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ഹോസ്പിറ്റലിൽ ബില്ല് പേ ചെയ്തിട്ട് ഫ്രണ്ടിലെ കസേരയിലിരുന്ന അവളുടെ ബാഗുമായി ജഗൻ മുന്നോട്ട് നടന്നു. നടക്കാനോ? വണ്ടി എവിടെ? അവൾ ആരോടുന്നല്ലാതെ ചോദിച്ചു. അത് കൃത്യമായി ജഗൻ കേൾക്കുകയും ചെയ്തു. അതെ, അവർക്കൊക്കെ വീടും കുടുംബവും ഉള്ളവരാ. അതുകൊണ്ട് നേരത്തെ കാലത്തിന് വീട്ടിൽ ചെല്ലണം. മുന്നോട്ടുള്ള നടപ്പ് തുടർന്നുകൊണ്ട് ജഗൻ പറഞ്ഞു. പക്ഷേ എനിക്ക്... അവൾ പാതി പറഞ്ഞു നിർത്തിയ സമയം തന്നെ അവൻ തൊട്ടരികിൽ കണ്ട ഒരു തട്ടുകടയിലേക്ക് കയറിയിരുന്നു. പോലീസ് യൂണിഫോമിൽ ബാഗുമായി ഒരാൾ, അയാൾക്കൊപ്പം ഒരു പെൺകുട്ടി.
അവിടെ ഇരുന്നവരെല്ലാം അല്പം വിചിത്രമായി തന്നെ അവരിരുവരെയും നോക്കി. എന്താ കഴിക്കാൻ വേണ്ടത്? ജഗൻ ചോദിച്ചതും ജാനിയുടെ നോട്ടം നേരെ നീണ്ടത് അവിടെ ഒരു വലിയ കല്ലിൽ ദോശ ചുട്ടുകൊണ്ടു നിന്ന ആളിലേക്കും അയാൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഭക്ഷണത്തിലേക്കുമാണ്. അവൾക്കിതൊക്കെ ആദ്യ അനുഭവമായിരുന്നോ, ഇങ്ങനെ വഴിയരികിൽ നിന്ന് ആഹാരം കഴിക്കുന്നതുമൊക്കെ? ഇവിടെ ഇവിടെ എന്തൊക്കെ ഫുഡാണ്? എത്ര വേണ്ടെന്ന് വെച്ചിട്ടും വിക്കി ആ ചോദ്യം അവളിൽ നിന്ന് വന്നു. ജഗൻ പല്ല് കടിച്ചു പിടിച്ച് ഉള്ളിലെ ദേഷ്യം നിയന്ത്രിച്ചു. നോക്ക്, ഇവിടെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാകത്തില്ല. ദോശ ഉണ്ടാകും, ചപ്പാത്തി ഉണ്ടാകും, പൊറോട്ട ഉണ്ടാകും. അതിൽ നിന്ന് എന്താണ് വേണ്ടത്? ദോശ മതി. ഓക്കെ. അവൻ നടന്ന കടക്കാരൻ്റെ അടുത്തേക്ക് ചെന്നു. രണ്ടുപേർക്കും കഴിക്കാനായി ദോശയും കറികളും പറഞ്ഞു. നല്ല ചൂടുള്ള ദോശയും ചിക്കൻ പെരട്ടും മുൻപിൽ വന്നതും ജാൻവി മൂക്ക് വിടർത്തി. ആ മണം മുഴുവനും ഉള്ളിലേക്ക് ആവാഹിക്കും പോലെ. കഴിക്കാനായി കഴുകിയിട്ട് തിരികെ വരുന്ന ജഗൻ കാണുന്നത് ഈ കാഴ്ചയാണ്. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ജാൻവി ചുറ്റിനും കണ്ണോടിച്ചു. റോഡിലൂടെ കടന്നുപോകുന്ന വണ്ടികളും സമയം അധികം ആയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ റോഡിലൂടെ കടന്നു പോകുന്ന വണ്ടികളുടെ എണ്ണം കൂടുതലാണ്. ചില വണ്ടികളിൽ നിന്നും ആളുകൾ ഇറങ്ങി അവിടെ നിന്നുകൊണ്ട് തന്നെ ആഹാരം കഴിക്കുന്നുണ്ട്. ചിലർ ചായ കുടിക്കുന്നു. കുറച്ചു പേരുടെയെങ്കിലും നോട്ടം ആ സമയം ജാനിയിലേക്ക് നീണ്ടു. ഒരു സ്ലീവ്ലെസ് ഫ്രോക്കായിരുന്നു അവളുടെ വേഷം. മുടി പോണിറ്റെയിൽ കെട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് അവളുടെ കഴുത്തും കൈകളും നന്നായി വെളിവാങ്ങുന്നുണ്ടായിരുന്നു. ചെറിയ റെഡ് നിറത്തിലുള്ള ആ ഫ്രോക്കിൽ അവളുടെ വെളുപ്പ് നിറം കൂടുതൽ എടുത്തു നിന്നു. ഇത്ര നേരം ഒപ്പം ഉണ്ടായിരുന്ന അവളെ ജഗനും അപ്പോഴാണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയത്. പിന്നെ അധിക നേരം ഒന്നും ചിന്തിക്കാതെ അവൻ വേഗം അവൾക്കരികിലേക്ക് വന്നിരുന്നു. ജഗൻ കൂടി വന്നതോടെ ജാനി ദോശ മുറിച്ച് വായിലേക്ക് വെക്കാൻ തുടങ്ങി. കൈ കഴുകുന്നില്ലേ? ജഗൻ ചോദിക്കുമ്പോഴാണ് ജാനിയും അതേപ്പറ്റി ഓർക്കുന്നത്. പെട്ടെന്ന് ഓർമ്മ വന്നപോലെ അവൾ കയ്യിലേക്കെടുത്ത ഭക്ഷണം പ്ലേറ്റിലേക്ക് തിരികെ വെച്ചു. എന്നിട്ട് കൈ കഴുകാനായി പോയി. കൈ കഴുകി ഒരു ചെറിയ ചമ്മലോടെ ജഗൻ്റെ അടുത്ത് വന്നിരുന്ന് അവൾ കഴിക്കാൻ തുടങ്ങുമ്പോൾ അവൻ അവളെ ശ്രദ്ധിച്ചതുപോലുമില്ല. പെട്ടെന്ന് തന്നെ ജഗൻ ഭക്ഷണം കഴിച്ചു തുടങ്ങി. നിനക്ക് വേറെന്തെങ്കിലും വേണോ? വേണ്ട. ചായ, കോഫി, അങ്ങനെ എന്തെങ്കിലും? ഒന്നും വേണ്ട. അവൾ വേണ്ടെന്ന് പറഞ്ഞതും അവൻ പേ ചെയ്യാനായി പോയി. കുറച്ചു നേരത്തിന് ശേഷം അവർക്ക് മുമ്പിലൊരു കാർ വന്ന് നിന്നു. അതിൻ്റെ മഞ്ഞ നമ്പർ പ്ലേറ്റ് കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി ജഗൻ ടാക്സി വിളിച്ചതാണെന്ന്. ഒരു നിമിഷം അവനെ നോക്കി. എന്ത് നോക്കി നിൽക്കുക? വണ്ടി കയറ്. പെട്ടെന്ന് അവൾ കയറി. പിന്നാലെ ജഗനും. അവളുടെ ബാഗ് അപ്പോഴും ജഗൻ്റെ കയ്യിലായിരുന്നു. അവൾ ബാഗിനായി കൈനീട്ടിയതും അവനത് അവൾക്ക് നൽകി. ജാനി വേഗം ബാഗ് തുറന്നു ഫോൺ എടുത്തു. ഫോൺ സൈലൻറ്റ് മോഡിൽ കിടക്കുന്നത് കണ്ടതും അവളത് നോർമൽ മോഡിലേക്ക് ആക്കിയിട്ടു. അതിൽ മിഥുവിൻ്റെ കുറേയധികം ഫോൺ കോൾസ് ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ജാനി പരിഭ്രമിച്ചു. ഇപ്പോൾ മിഥുവിനെ അങ്ങോട്ട് വിളിച്ചാൽ ജഗൻ കേൾക്കും. അതറിയാവുന്നതുകൊണ്ട് അവൾ പതിയെ ഫോണ് ബാഗിലേക്കിടാൻ തുടങ്ങിയ സമയത്ത് കൃത്യമായി മിഥു വീണ്ടും വിളിച്ചു. ജാനി എടുക്കണോ വേണ്ടയോ എന്നറിയാതെ ഒരു നിമിഷം പകച്ചിരുന്നു പോയി. ഫോൺ റിങ്ങിയെന്ന് കേൾക്കുന്നില്ലേ? വളരെ അടുത്തു നിന്നും ജഗൻ്റെ ശബ്ദം കാതിൽ പതിഞ്ഞതും ഞെട്ടിക്കൊണ്ട് ജാനി തലകുലുക്കി. പിന്നെ പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചു. നീ എവിടെയായിരുന്നു ജാനി? ഞാൻ എത്ര തവണ നിന്നെ വിളിച്ചു. ഒരിക്കലെങ്കിലും നിനക്കൊന്ന് ഫോൺ എടുക്കായിരുന്നില്ലേ? ഞാൻ ഇപ്പോഴും ഹോസ്പിറ്റലിലുണ്ട്. അബിക്ക് നല്ല പ്രോഗ്രസ് ഉണ്ട്. ചിലപ്പോൾ നാളെ തന്നെ ICUവിൽ മാറ്റും. ഇതൊന്നും പറയാൻ വേണ്ടി ഞാൻ നിന്നെ ഒരുപാട് തവണ വിളിച്ചു. നീ ഫോൺ എടുക്കാതായതോടെ ഞാൻ ശരിക്കും ടെൻഷനായി. ഞാൻ കരുതി ആൻറ്റി നിൻ്റെ ഫോൺ വാങ്ങിച്ചു വെച്ചോന്നൊക്കെ. ജാനിക്ക് പറയാനൊരു ഗ്യാപ്പ് കൊടുക്കാതെ നിർത്താതെ സംസാരിക്കുകയാണ് മിഥു. ഞാൻ മെസ്സേജ് അയക്കാം. തൊട്ടടുത്തിരുന്ന് താൻ എന്തേലും പറഞ്ഞാൽ അത് ജഗൻ കേട്ടാലോ എന്ന് കരുതി ജാനി ശബ്ദം അടക്കി പിടിച്ചുകൊണ്ട് മിഥുവിനോട് പറഞ്ഞു. എന്നാൽ അവൾക്ക് തൊട്ടടുത്തിരുന്ന ജഗൻ മറുതലയ്ക്കിൽ നിന്ന് മിഥു സംസാരിക്കുന്നത് കൃത്യമായി കേട്ട കാര്യം ജാനി അറിഞ്ഞിരുന്നില്ല. മാത്രമല്ല, ജാനി ഡ്രിപ്പിട്ട് കിടന്ന സമയത്ത് ജാനിയുടെ ഫോൺ ഒരുപാട് പ്രാവശ്യം നിർത്താതെ ബെല്ലടിക്കുന്ന കേട്ട് ജാനിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും അത്യാവശ്യമായിട്ട് വിളിക്കുമാവെന്ന് കരുതി ഒരു പ്രാവശ്യം ജഗൻ അവളുടെ ഫോൺ എടുത്ത് നോക്കി. പക്ഷേ തൻ്റെ അനിയത്തിയുടെ പേരും അവരൊന്നിച്ചുള്ള ഫോട്ടോയും കോളിനൊപ്പം തെളിഞ്ഞതും ജഗൻ കോൾ എടുക്കാതെ
ഫോൺ സൈലൻറ്റ് മോഡിലാക്കി. ഹലോ ജാനി, നീ കേൾക്കുന്നില്ലേ? ഞാൻ മെസ്സേജ് അയക്കാം. അതും പറഞ്ഞുകൊണ്ട് പിന്നീട് മിഥുവിന് പറയാൻ ഒരവസരം കൊടുക്കാതെ ജാനി ഫോൺ കട്ടാക്കി കളഞ്ഞു. രണ്ടുപേർക്കും മെഡിക്കൽ കോളേജിൽ എന്താണ് ആവശ്യം? ഫോൺ എടുത്ത് ജഗൻ കാണാതെ ഫോൺ അല്പം ചെരിച്ചു പിടിച്ച് മിഥുവിന് മെസ്സേജ് അയക്കാൻ തുടങ്ങിയപ്പോഴാണ് ജഗൻ്റെ ചോദ്യം ജാനിയെ തേടി വന്നത്. ആ ചോദ്യത്തിൽ അവൾ അല്പം പതറി. കാര്യം മിഥു പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അഭിയോട് മിഥുവിന് എന്തോ ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അത് ജാനിക്ക് തോന്നിയിട്ടുമുണ്ട്. വെറുമൊരു ഫ്രണ്ടിന് വേണ്ടി ഹോസ്റ്റലിൽ കള്ളം പറഞ്ഞവൾ ഇറങ്ങില്ലെന്ന് ജാനിക്ക് 100% ഉറപ്പാണ്. പക്ഷെ മിഥു അതേപ്പറ്റിയൊന്നും പറയാത്തതുകൊണ്ട് തന്നെ അവളുടെ പ്രൈവസിയെ റെസ്പെക്റ്റ് ചെയ്ത് അതേക്കുറിച്ച് ജാനി കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല. ജഗൻ കാര്യങ്ങളറിഞ്ഞാൽ ഉറപ്പായും എല്ലാം കണ്ടുപിടിക്കും. ജാൻവി, ഞാൻ ചോദിച്ച കേട്ടോ? എങ്കിൽ പറയൂ, നിങ്ങൾ രണ്ടുപേരും ഈ നേരത്ത് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് എന്തിനാ? അത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ആക്സിഡൻ്റായി. അവളെ കാണാൻ വേണ്ടി പോവുക. ഈ രാത്രിയിലോ? പിന്നല്ലാതെ. ഒരാൾക്ക് വയ്യാന്നറിഞ്ഞാൽ നേരവും കാലവും നോക്കിയാണോ പോകുന്നത്? നിങ്ങളൊക്കെ എവിടുത്തെ പോലീസുകാരാ? ജാനി എന്തൊക്കെയോ പറഞ്ഞ് വിഷയം വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പോലീസിനോടാണ് കള്ളം പറയുന്നതെന്ന ബോധം അവൾക്ക് ഇല്ലാതായിപ്പോയി ആ നിമിഷം. പിന്നീട് കുറച്ചു നേരം അവരിരുവരും ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും കാർ മെഡിക്കൽ കോളേജിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറി. ജാനിക്ക് തെല്ല ആശ്വാസമായി. എന്നാൽ പ്രതീക്ഷിക്കാതെ ജഗൻ കൂടി ഇറങ്ങിയതോടെ ജാനിക്ക് വീണ്ടും പരിഭ്രമം. സാർ പൊയ്ക്കോളൂ, ഇനി എനിക്ക് തന്നെ പോകാവുന്നേ ഉള്ളൂ. ജാനി പറഞ്ഞൊപ്പിച്ചു. അത് നീയാണോ തീരുമാനിക്കുന്നത്? നിന്റെ ഫ്രണ്ടിനെ എവിടെയാണ് കിടത്തിയിരിക്കുന്നത്? നിവൃത്തിയില്ലാതെ ജാനി അഭി ഏത് ഐസിയുലാണെന്ന് പറഞ്ഞു. ജഗൻ മുന്നേ നടന്നു, ജാനി പിന്നാലെ. അവരിരുവരും ഒരുമിച്ച് അവിടേക്ക് വരുന്ന കണ്ട മിഥു പകപ്പോടെ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. തുടരും. കഥ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് തരണേ.